ഹജ്ജ് കർമ്മങ്ങളുടെ ഭാഗമായി മിനായിലെ ജംറയിൽ കല്ലേറ് കർമ്മം തുടരുകയാണ്. ഹജ്ജ് തീർത്ഥാടകർക്ക് ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള ദിവസമാണിന്ന്. മിനായിൽ നിന്ന് ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഹജ്ജിന്റെ മൂന്നാം ദിവസമായ ഇന്ന് രാവിലെ മിനായിലെ ജംറകളിൽ കല്ലേറ് കർമ്മം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി മുസ്ദലിഫയിൽ നിന്ന് ശേഖരിച്ച കല്ലുകളാണ് മീനായിലെ ജംറത്തുൽ അഖബ എന്ന പ്രധാനപ്പെട്ട ജംറയിൽ തീർത്ഥാടകർ എറിയുന്നത്. കല്ലേറ് കർമ്മം പൂർത്തിയാക്കിയ തീർത്ഥാടകർ മുടിയെടുത്ത് ബലി നൽകി വിശുദ്ധ ഹറം പള്ളിയിൽ പോയി തവാഫ് ചെയ്ത് ഇങ്ങനെ തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള ദിവസമാണ് ഇന്ന്. പ്രത്യേകിച്ച് പെരുന്നാൾ ദിവസമായ ഇന്ന് ഈ കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കിയ തീർത്ഥാടകർ മീനായിലെ തമ്പുകളിൽ തന്നെ തിരിച്ചെത്തുകയാണ്. സാധാരണ വസ്ത്രം, ഇഹ്റാമിന്റെ പ്രത്യേക വസ്ത്രമൊക്കെ മാറ്റി തീർത്ഥാടകർ പലരും സാധാരണ വസ്ത്രം ധരിക്കും. ഇന്ന് അങ്ങനെ പല തീർത്ഥാടകർ ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ട്. എങ്ങനെ കല്ലേറ് കർമ്മം കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട്, വളരെ റാഹത്തായിട്ട് ഭംഗിയായിട്ടും കഴിഞ്ഞു. ഈ ഹജ്ജിന്റെ ആദ്യ ഘട്ടങ്ങൾ ഈ മുടിയെടുക്കലോട്, കല്ലെറിഞ്ഞ് മുടിയെടുക്കലോട് പൂർത്തിയായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ? ജംറയിൽ വളരെ അനായാസം കല്ലേറ് കർമ്മം നിർവഹിക്കാനൊക്കെ കഴിഞ്ഞോ? വളരെയേറെ മുൻകാലങ്ങളേക്കാൾ വളരെയേറെ സൗകര്യങ്ങൾ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാഹന സൗകര്യങ്ങളും മറ്റ് കല്ലേറ് ഭാഗത്ത് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സംവിധാനങ്ങളുണ്ട്. സംവിധാനമായതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഏതൊരാൾക്കും പൂർത്തിയാക്കാൻ കഴിയുന്ന രീതിയിൽ ഗവൺമെന്റ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും ഇന്നു മുതൽ 4 ദിവസമാണ് തീർത്ഥാടകർ ഈ ജംറയിലെ കല്ലേറ് കർമ്മം നിർവഹിക്കുന്നത്. ഇന്നൊരു ജംറയിലാണ് കല്ലെറിയുന്നത് എങ്കിൽ നാളെ മുതൽ 3 ജംറയിലും തീർത്ഥാടകർ കല്ലേറ് കർമ്മം നിർവഹിക്കും. ശനിയാഴ്ചയോടെ കർമ്മങ്ങളെ പൂർത്തിയാക്കി തീർത്ഥാടകർ മീനായിൽ നിന്നും മടങ്ങും. മീനായിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.